ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ. അതായത് നമുക്ക് ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാനൊരു നാരങ്ങ എടുത്തിട്ടുണ്ട്. നമുക്ക് എത്രത്തോളം ജ്യൂസ് ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടുള്ള നാരങ്ങ എടുക്കാം. ഇനി അതിനുശേഷം നമുക്ക് ആദ്യം ഇതിൻ്റെ ആ തൊലി ഒന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ ഇതിൻ്റെ ആ ഒരു മഞ്ഞ പോർഷനൊക്കെ നമുക്ക് മൊത്തത്തിലൊന്ന് കളഞ്ഞെടുക്കാം. അപ്പോൾ അതിൻ്റെ എല്ലാം നമ്മളൊന്ന് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ കുരു ഒന്ന് കളഞ്ഞെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി നമുക്കത് അതിൻ്റെ സെൻറ്റർ ഒന്ന് കട്ട് ചെയ്ത ശേഷം ഇതിൻ്റെ കുരു ഒന്ന് കളഞ്ഞെടുക്കണം. അതായത് നമ്മളിത് മിക്സിയിലൊന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ കുരുവൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ടൊരു കയ്പ്പ് ടേസ്റ്റ് വരും. അപ്പോൾ അതുകൊണ്ടാണ് ഇതിൻ്റെ കുരു ഒന്ന് കളഞ്ഞെടുക്കുന്നത്. അതിൻ്റെ കുരുവൊക്കെ ഒന്ന് മൊത്തം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു മിക്സി ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എത്രത്തോളം മധുരം ആവശ്യമുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഐസ് വാട്ടറാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ആദ്യം നമുക്കൊരു 1/4 കപ്പ് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ആ തൊലി കളഞ്ഞ് വെച്ച നാരങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതേപോലത്തുള്ള ഒരു പീസ് ഇഞ്ചിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. കൂടിപ്പോണ്ട ചെറിയൊരു പീസ് മതി. ഇനി നമുക്കിതിലേക്ക് ഒരു പച്ചമുളകിൻ്റെ ചെറിയൊരു പീസ് മാത്രം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു 2 ഏലക്ക അതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് പട്ടയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വലിയൊരു പട്ടയുടെ പീസ് വേണ്ട, വളരെ ചെറിയൊരു പീസ് മാത്രം മതി. കാരണം കുറച്ച് വലുതാണെങ്കിൽ ആ ഒരു കുത്തൽ ടേസ്റ്റ് വരും. അപ്പോൾ ഒരു ചെറിയ പീസ് മാത്രം ചേർത്ത് കൊടുക്കാം. അതും ചേർത്ത് കൊടുത്ത ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കുക. ഇനി നമുക്കിതിലേക്ക് എത്രത്തോളം വെള്ളം ആവശ്യമുണ്ടെങ്കിൽ അത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഐസ് വാട്ടർ തന്നെയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാത്രത്തിലേക്ക് ഒരു അരിപ്പ വെച്ച് കൊടുത്ത് നമുക്കിതിൻ്റെ ഇതൊന്ന് അരിച്ചെടുക്കാം. അപ്പോൾ നന്നായിട്ട് ഇതെല്ലാം ഒന്ന് അരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് ആയിട്ടുള്ള നമുക്ക് ഈ ചൂടുകാലത്തൊക്കെ കുടിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇത്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ തയ്യാറാക്കി നോക്കിക്കോളൂ. നല്ല ടേസ്റ്റുള്ള ഒരു ഡ്രിങ്കിൻ്റെ റെസിപ്പിയാണ്. അപ്പോൾ ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് ഐസ് ക്യൂബ്സും കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ ഈ രീതിയിൽ തയ്യാറാക്കി നോക്കാത്തവരൊക്കെ തയ്യാറാക്കി നോക്കിക്കോളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. കൂടെ തന്നെ ആ സബ്സ്ക്രൈബ് ബട്ടൺ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് കിട്ടും.